ഹായ് ഫ്രണ്ട്സ്, മല്ലു സീരിയസ് സ്റ്റോറീസിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്നത്തെ പത്രം പറ്റി നോക്കി നോക്കാം. അപ്പോൾ ഇന്നലെ നന്ദൂട്ടൻ ഫോണിൽ എന്തോ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ, ഒടുങ്ങിയിട്ടൊന്നുമില്ല. അപ്പോഴേക്കും ദേവയാനിയും ജലജയും കൂടിയിട്ട് നന്ദൂട്ടനെ കാണാൻ റൂമിലേക്ക് ചെന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നന്ദൂട്ടൻ ഇങ്ങനെ ചാടി ഇട്ടി നിൽക്കുന്നുണ്ട്. അപ്പോൾ ദേവയാനി ചോദിക്കുന്നുണ്ട്, എന്താ മോളെ ഇതുവരെ ഒഴുങ്ങിയില്ലേ? ആ, റെഡി ആവണം എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ജലജ ചോദിക്കുന്നുണ്ട്, ഈ സമയത്ത് മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുകയാണോ? അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട പയ്യനൊന്നുമല്ലോ കെട്ടണത് എന്ന് പറയുന്നുണ്ട് കേട്ടോ ജലജ. അപ്പോൾ നന്ദൂട്ടൻ പറയുന്നുണ്ട്, അല്ല, അമ്മയുടെ പരാതി തീർക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ കല്യാണത്തിന് സമ്മതിച്ചത്. അപ്പോൾ ജലജകൻ ദേവയാനിയെ നോക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, മിക്ക പെൺകുട്ടികൾ അങ്ങനെയൊക്കെ തന്നെയാണ്, വീട്ടുകാരുടെ ആഗ്രഹത്തിനനുസരിച്ചിട്ടാണ് നിൽക്കണത്. ഓ, ഈ കല്യാണം അങ്ങോട്ട് നടന്നു പോയാൽ പിന്നെ നിനക്ക് പരാതി കേൾക്കേണ്ടി വരില്ലല്ലോ. എന്നിട്ട് പറയുന്നുണ്ട്, ദേ ഇപ്പോഴും അവിടെ ഒരുത്തി നീ അങ്ങോട്ട് ചാടി കയറി വരുമോ പേടിച്ചിരിക്കുക ആ ജാനകി. അപ്പോൾ ദേവേനി പറയുന്നുണ്ട് കേട്ടോ, ഇന്നത്തെ ദിവസം മോളേനൊന്നും പറയല്ലേ ജലജയെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ പറഞ്ഞാൽ അതിന് ഞാൻ വേണ്ടാത്തൊന്നും പറഞ്ഞില്ലല്ലോ. അപ്പം നന്നിട്ട് പറയുന്നുണ്ട് കേട്ടോ, പയ്യനും കൂട്ടരൊന്നും വന്നിട്ടില്ലല്ലോ, അവർ വരുമ്പോഴേക്ക് റെഡി ആയാൽ മതിയല്ലോ. അപ്പോൾ ദേവേനി ചോദിക്കുന്നുണ്ട് കേട്ടോ, മോളെ ഞങ്ങൾ ഒരുക്കണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട്, വേണ്ട, ഞാൻ സ്വന്തം ഒരുങ്ങിക്കോളാം. അപ്പോൾ ജലജ പറയുന്നത് കേട്ടോ, അതിന് ഇവൾക്ക് അലങ്കരിക്കാൻ വേണ്ടി മുടിയൊന്നുമില്ലല്ലോ, വെറുതെ ഒന്ന് കോതിയാൽ പോരെ, പിന്നെ എന്തോന്ന് ഒരുക്കാനാ. അത് മാത്രമല്ല, നിത്യേന CI SIനെ കാണുന്നതല്ലേ, അതുകൊണ്ട് പ്രത്യേകിച്ച് മേക്കപ്പിൻ്റെ ഒന്നും ആവശ്യമില്ല. പിന്നെ പയ്യനൊപ്പം അച്ഛനും അമ്മയും കൂടി 1-2 പേരല്ലേ വരുന്നുള്ളൂ. അപ്പം നന്ദുട്ടൻ പറയുന്നത് കേട്ടോ, അതന്നെയാണ് പറഞ്ഞതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ദേവേനി ചോദിക്കുന്നുണ്ട്, ഇന്ന് മോൾ എടുക്കണ സാരി ഏതാ? അപ്പോൾ നന്ദുട്ട അത് പിന്നെ എന്ന് പറഞ്ഞ് നിൽക്കാൻ കേട്ടോ. അപ്പം ജലജ പറയും, അതുപോലെ അറിയില്ലേ. അപ്പം നന്ദുട്ട ഒന്നും മിണ്ടാണ്ട് പോയിട്ട് അലമാരി തുറന്നിട്ട് അതിനൊരു പച്ച സാരി എടുത്തിട്ട് ദേവേൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പറയുന്നുണ്ട് കേട്ടോ, ഇതാ. അപ്പോൾ ദേവേനെ നിർത്തിയിട്ട് നന്ദുട്ടൻ്റെ മേലിങ്ങനെ വെച്ച് നോക്കിയിട്ട് പറയുന്നുണ്ട് കേട്ടോ, ഇതാണ് എടുക്കുന്നത്, ഇതത്ര പോരല്ലോ മോളെ. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, നയനമോളോട് മോള് ചോദിച്ചില്ലേ ഇന്ന് ഏതെടുക്കണമെന്ന്? അപ്പോൾ നന്ദുട്ടൻ പറയുന്നുണ്ട് കേട്ടോ, എനിക്കിതാ ഇഷ്ടപ്പെട്ടതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ജലജ പറയാം, ചിലപ്പോൾ ഇത് ഇവൾക്ക് മേടിച്ചു കൊടുത്തതേ അനിയായിരിക്കും. അപ്പോൾ നന്ദുട്ടൻ്റെ മുഖം അങ്ങോട്ട് പോയിട്ടാ ദേഷ്യം വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ദേവേനി പറഞ്ഞു, എന്തിനാ ജലജ മോളെ എങ്ങനെ ചൂട് പിടിപ്പിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ദേവേനി ചിരിച്ചിട്ട് പറയുന്നുണ്ട്, ഏതായാലും കുഴപ്പമില്ല, മോൾക്ക് ഇഷ്ടപ്പെട്ടതല്ലേ, മോള് പെട്ടെന്ന് ഒരുങ്ങ്, ഞങ്ങൾ പുറത്തോട്ട് നിൽക്കാം, പയ്യൻ വരുമ്പോൾ സ്വീകരിക്കണ്ടേ. പിന്നെ നമ്മുടെ നവീനും വന്നിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നന്ദുട്ടൻ ചോദിക്കുന്നുണ്ട്, ഓ നവീനായിട്ട് എത്തിയോ? എത്തി മോളെ, ആദർശ് പ്രത്യേകം വിളിച്ചു പറഞ്ഞു വരണമെന്ന്. പിന്നെ നയനെയും വിളിച്ച് കാണുമല്ലോ. എന്നിട്ട് ജലജയെ വാന്നും പറഞ്ഞിട്ട് ജലജയും കൂട്ടിയിട്ട് ദേവയാനി പുറത്തേക്ക് പോയി. അതും കഴിഞ്ഞ് നന്ദുട്ടൻ ആ സാരിയോടെ കട്ടിലുമിട്ടിട്ട് മൊബൈൽ നോക്കിയിരിക്കുന്നുണ്ട്. വീണ്ടും എന്തൊക്കെയോ നോക്കുന്നുണ്ട്, ആലോചിക്കുന്നുണ്ട്. അപ്പോഴേക്കും സച്ചിയും അച്ഛനും അമ്മയും കൂടിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ വണ്ടിയിൽ. അപ്പോൾ എല്ലാവരും സ്വീകരിക്കാനായിട്ട് ചെല്ലുണ്ടും പുറത്തേക്ക്. അപ്പോൾ കയറുന്നതിന് മുന്നേ അച്ഛനോട് സച്ചി പറയുന്നുണ്ട്, അതേ പതിവ് ശൈലിയൊന്നും വേണ്ട, അനന്തപുരിക്കാരൊക്കെ ഉണ്ട്, കേരളത്തിലെ ഏറ്റവും സമ്പന്നമായ കുടുംബമാണ്, അവിടെ അച്ഛൻ എൻ്റെ വില കളയുന്ന രീതിയിലൊന്നും സംസാരിക്കല്ലേ. അപ്പം അച്ഛൻ പറയുന്നുണ്ട് കേട്ടോ, അതേ ഞങ്ങൾ കുറച്ച് പഴഞ്ചനാണെങ്കിലും വിവരത്തിന് കുറവൊന്നുമില്ല, നീ നിൻ്റെ കാര്യം നോക്കിയാൽ മതി. അപ്പോഴേക്കും ജയനും അജയനും എല്ലാവരും കൂടിയിട്ട് സ്വീകരിക്കാൻ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ജലജ സച്ചിനെ നോക്കിയിട്ട് ആലോചിക്കുകയാണ്, ഇവൻ ആളൊരു തരികിടയാണെന്ന് അബിക്ക് നന്നായിട്ട് അറിയാം, എങ്ങനെയും കല്യാണം കഴിഞ്ഞൊരു കുഞ്ഞുണ്ടാവുന്ന സമയത്ത് ബന്ധം പിരിഞ്ഞാൽ മതിയായിരുന്നു. അപ്പോൾ ജയൻ ചോദിക്കുന്നുണ്ട് കേട്ടോ, സാറിന് ഈ നിൽക്കുന്ന ആളെ പരിചയമുണ്ട് ചോദിക്കുന്നുണ്ട് നവീനെ കാണിച്ചിട്ടേ. അപ്പോൾ അത് പിന്നെ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആദർശ് പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്, ഇതാണ് അഡ്വക്കേറ്റ് നവീൻ, അന്ന് കോടതിയിൽ അനാമികനെ പൊളിച്ചടക്കിയ ആൾ. ഹലോ ഹായ് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, അന്ന് കേസ് ജയിച്ചപ്പോൾ എനിക്കുണ്ടായ സന്തോഷം ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാ, അല്ലെങ്കിൽ ഇന്ന് നിങ്ങളെ പലരും കാണാൻ പറ്റത്തില്ലായിരുന്നല്ലോ, അതുപോലെയല്ലേ അവളുടെ അച്ഛനും കൂടി കള്ള കേസ് കൊടുത്തത്. അപ്പോഴേക്കും അച്ഛൻ പറയുന്നുണ്ട്, എന്തായാലും മോൻ ഭാഗത്തിരിക്കാന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അത് കഴിഞ്ഞ് എല്ലാവരും അകത്ത് വന്ന് ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ സച്ചി ഇങ്ങനെ എല്ലായിടത്തും നോക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, അവൻ വന്നിട്ടുണ്ടാവോ, അവൻ വന്നു കഴിഞ്ഞാൽ ഈ നിശ്ചയത്തിൻ്റെ സുഖം നഷ്ടപ്പെടും എന്ന് പറഞ്ഞിട്ട് എല്ലായിടത്തേക്കും ഇങ്ങനെ ഒളി കണ്ടിട്ട് നോക്കുന്നുണ്ട് കേട്ടോ എല്ലാവരെയും. എന്നിട്ട് വന്നിട്ടില്ലെന്ന് തോന്നുന്നു. എന്നിട്ട് പറയുന്നത് കേട്ടോ, വരാതിരുന്നാൽ മതിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഉള്ളിൽ ഒതുക്കിയിട്ട് ചോദിക്കുന്നു, അല്ല അനി വന്നില്ലേ? അപ്പോൾ എല്ലാവരും ഞങ്ങളോട് പരസ്പരം നോക്കി കാലം ഒന്നും മിണ്ടില്ല. അപ്പോൾ ജലജ പറയുന്നുണ്ട്, അവൻ വരുന്നില്ല എന്ന് പറഞ്ഞേന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ സച്ചിയുടെ മുഖം ഒന്ന് തെളിഞ്ഞേ. എന്നിട്ട് പറയുന്നുണ്ട്, അത് ഉറപ്പിച്ചു, ഇനി സ്വസ്ഥമായിട്ട് ഇവിടെ ഇരിക്കാം. അപ്പോഴും നന്ദുട്ടൻ ഒരുക്കിയിട്ടില്ല കേട്ടോ. നന്ദുട്ടൻ റൂം അടച്ചിട്ടിട്ട് കട്ടിലുമ്മ കയറി ഇരുന്നിട്ട് ഫോൺ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് അവിടെ നിന്ന് എണിച്ചിട്ട് എന്തോ ആലോചിച്ചിട്ട് അങ്ങോട്ട് നടക്കുന്നുണ്ട്. സച്ചിക്കുള്ള പണി എങ്ങനെ പ്ലാൻ ചെയ്യണമെന്നാണ് തോന്നുന്നുണ്ട്. അപ്പോഴേക്കും വാതിലാരും മുട്ടുണ്ട് കേട്ടോ. അപ്പോൾ വാതിൽ തുറന്ന് നോക്കിയപ്പോൾ നയനയാണ് കേട്ടോ. അപ്പം നയന നന്ദുട്ടനെ കണ്ടിട്ട് ആകെ വണ്ടടിച്ച് ചോദിക്കണേ, നീ ഇതിനകത്ത് എന്തെടുക്കായിരുന്നു, നീ ഇതുവരെ സാരി എടുത്തില്ലേ? ഞാൻ റെഡി ആയിക്കോളാം ചേച്ചി എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പം നയന ചോദിക്കുന്നുണ്ട്, നീ കുറേ നേരമായിട്ട് ഇതന്നെ പറഞ്ഞുകൊണ്ടിരിക്കാനല്ലോ, റെഡിയാവാന്ന് പറയുന്നതല്ലാണ്ട് എന്താ നീ റെഡി ആവാത്തത്? അവിടെ സച്ചി വീട്ടുകാരൊക്കെ എത്തി എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നന്ദുട്ടൻ പറയുന്നത്, എനിക്ക് പിന്നെ 1 മിനിറ്റ് മതി ഒരുങ്ങാൻ, ഞാൻ വേഗം ഇപ്പം എത്താം. ദേ നിന്നെ വിളിച്ചുകൊണ്ട് വരാൻ അച്ഛൻ പറഞ്ഞത് എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഞാൻ വരുന്നെന്ന് പറഞ്ഞേക്ക്, ഇതാ എത്തി. അപ്പോൾ നയന പറയുന്നുണ്ട്, അതേ മോളെ, ഈ അവസാന നിമിഷവും നിനക്കൊരു താല്പര്യമില്ലല്ലോ, ഇനി എന്തായാലും നിശ്ചയം നടക്കണം, അത് നടക്കാതെ വന്നാൽ അമ്മ എന്തെങ്കിലും കടുകായി ചെയ്യേണ്ടത് നമ്മൾ കാണേണ്ടി വരും. അപ്പം നന്ദുട്ടൻ പറയുന്നുണ്ട്, ചേച്ചി പോയിക്കോ, ഞാൻ ഇത് എത്തി എന്ന് പറഞ്ഞിട്ട് നയനെ ഞങ്ങൾ തള്ളി വിടുകയാണ് കേട്ടോ. അപ്പോൾ നയന ഒന്നുകൂടി തിരിഞ്ഞ് നോക്കുമ്പോൾ വീണ്ടും നന്ദുട്ടൻ ഫോണിൽ നോക്കുകയാണ് കേട്ടോ. എന്നിട്ട് പറയുന്നത്, ചേച്ചി പോയിക്കോ, ഞാൻ പെട്ടെന്ന് വരാം. എന്നിട്ട് വീണ്ടും ഫോണിൽ നോക്കിയിട്ട് എന്തോ ആലോചിച്ച് നിൽക്കുകയാണ്. ഈ സമയം നമ്മുടെ അനിയാണെങ്കിൽ ആകെ ഒടിഞ്ഞു തോന്നി ഇങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ. എന്തോ ആലോചിച്ച് നടക്കുമ്പോൾ നടന്നിട്ട് ഇങ്ങനെ വന്ന് സെറ്റിലിരിക്കുന്നുണ്ട്.
എന്നിട്ട് അന്ന് മരിക്കാൻ പോയത്തെ സംഭവങ്ങൾ ആലോചിക്കുകയാണ് കേട്ടോ. നന്ദുട്ടനെ വിളിച്ചിട്ട് നന്ദുട്ടൻ ചെന്നതും പിടിച്ചു വലിച്ചതൊക്കെ. എന്നിട്ട് നന്ദുട്ടൻ പറഞ്ഞ ഡയലോഗൊക്കെ ആലോചിക്കണ്ട കേട്ടോ. നീ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ അവസ്ഥ എന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? എനിക്കിതുപോലെ ജീവിക്കാൻ പറ്റുമോ? നന്നായിട്ടൊന്ന് ഉറങ്ങാൻ പറ്റുമോ? ചിലപ്പോൾ ഞാൻ എൻ്റെ ജോലി പോലും വലിച്ചെറിഞ്ഞൊന്ന് വരും. എൻ്റെ അച്ഛനും അമ്മേനെയും പോലും ഉപേക്ഷിച്ച് പോയിന്ന് വരും. അതിലുപരി പിന്നെ നിൻ്റെ അടുത്തേക്ക് വരാനുള്ള തിടുക്കമായിരിക്കും എനിക്ക്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ആരെയും പ്രേമിച്ചിട്ടില്ല. എൻ്റെ ഉള്ളിൽ പ്രണയം നാമ്പെടുത്തത് നീ എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞത് നിമിഷം മുതലാണ്. ഇതൊക്കെ ആലോചിച്ച് ഇങ്ങനെ സെറ്റിയിൽ ചാരിയിരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് പിന്നെ അവിടുന്ന് എനിക്ക് ഓരോന്ന് ആലോചിച്ച് ഇങ്ങനെ വിഷമിച്ച് നടക്കുകയാണ് കേട്ടോ. ഈ സമയം നന്ദുട്ടൻ്റെ വീട്ടിൽ നിറവറയും നിലവിളക്കൊക്കെ എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ. അച്ചിക്കാണ് ഇതൊക്കെ കണ്ടെങ്കിൽ സന്തോഷത്തിൽ ഇരിക്കാനും വയ്യ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ജയം പറയുന്നുണ്ട് കേട്ടോ, ദേ പയ്യനോട് ഇരുന്ന് മുഷിയാന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ മുഷിച്ചിട്ടൊന്നുമില്ല, നിശ്ചയല്ലേ, അപ്പോൾ പിന്നെ പെൺകുട്ടികൾക്ക് നന്നായി ഒരുങ്ങണമല്ലോ. അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട് കേട്ടോ, അവളങ്ങനെ ഒരുങ്ങാൻ വലിയ താല്പര്യം കാണിക്കുന്ന കൂട്ടത്തിലൊന്നല്ല. അപ്പോൾ ദേവാനി പറയുന്നുണ്ട്, അതിപ്പോൾ നയനി അങ്ങനെ തന്നെയാന്ന് പറയുന്നുണ്ട്. അപ്പോൾ കനകാൻ പറയുന്നുണ്ട്, അതിന് ഇവിടെ ഉണ്ടല്ലോ ഒരാൾ. നവ്യനെ നോക്കിയിട്ടാ. എന്നിട്ട് പറയുന്നുണ്ട്, ഇവൾക്ക് എത്ര ഒരുങ്ങിയാലും തൃപ്തി വരില്ല, ഇല്ലേ നവ്യ മോളെ? അപ്പോൾ നവ്യ പറയുന്നുണ്ട്, ഇപ്പം അങ്ങനെ ഒരുക്കൊന്നുമില്ല അമ്മേ. അപ്പോൾ ജലജ പറയുന്നുണ്ട്, ഒന്ന് പ്രസവിച്ചതോടെ എൻ്റെ മരുമകളുടെ ഒരുക്കൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നവീൻ നയനൊന്ന് പരസ്പരം നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സച്ചിയുടെ അച്ഛൻ പറയുന്നുണ്ട്, ഉള്ളത് പറയാലോ, ഇവൻ ഈ ലിഫ്റ്റിക്കൊക്കെ ഇട്ട് ഒരുങ്ങണ പെൺകുട്ടികളോടെ ഒരു താല്പര്യമില്ല, മേക്കപ്പൊക്കെ ലേറ്റായിട്ട് മതി എന്നാ പറയാറ്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, അല്ല ഈ പെൺകുട്ടികൾ ലിഫ്റ്റിക്ക് ഇടുമ്പോൾ അവരുടെ മുഖം വികൃതമായിട്ട് എനിക്ക് തോന്നാറ്. ആ സമയത്താണ് നമ്മുടെ നന്ദുട്ടൻ്റെ മാസ് എൻട്രി. എന്ത് യൂണിഫോമൊക്കെ ഇട്ട് ഫുൾ യൂണിഫോമിൽ ഇറങ്ങി വരുന്നുണ്ട് നന്ദുട്ടൻ. അപ്പോൾ എല്ലാവരും അന്തം വിട്ടു കേട്ടോ ഈ വേഷം കണ്ടപ്പോൾ. അപ്പോൾ ജയൻ ചോദിക്കുന്നുണ്ട്, അല്ല മോളെ നീ എന്താ ഈ വേഷത്തിൽ? അപ്പോൾ സച്ചി പറയാനായിട്ട്, ഓ പോലീസുകാരൻ നിശ്ചയാണല്ലോ, അതുകൊണ്ടായിരിക്കും പോലീസ് വേഷത്തിൽ വന്നത്. അപ്പോൾ നന്ദുട്ടൻ അങ്ങനെ ദേഷ്യത്തിൽ നോക്കുന്നുണ്ട് കേട്ടോ. നയനെ പേടിച്ചിട്ട് നോക്കണേ നന്ദുട്ടനെ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് സച്ചി ചോദിക്കുന്നുണ്ട്, എന്നാൽ പിന്നെ നന്ദു നേരത്തെ പറയായിരുന്നില്ലേ, എന്നാൽ ഞാനും ആ വേഷത്തിൽ വന്നേനെ. അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട് കേട്ടോ, എന്തൊക്കെയാണ് മോളെ കാണിക്കുന്നത്, പോയി വേഷം മാറിയിട്ട് വാ. അപ്പോൾ കനകാമ്മ ചോദിക്കുന്നുണ്ട്, എന്താ നന്ദു ഇത്, ഈ നേരത്താണോ തമാശ കാണിക്കുന്നത്? അപ്പോൾ നന്ദുട്ടൻ പറയുന്നുണ്ട്, ഞാൻ തമാശ കാണിച്ചതല്ല, ചടങ്ങ് നടക്കുന്നതിന് മുമ്പ് എല്ലാവരും മറ്റൊരു കാര്യം അറിയണം. ഞാനേ ടി വിയിലൊരു ന്യൂസ് വയ്ക്കാം. സച്ചി ഇങ്ങനെ പേടിച്ചിട്ട് നോക്കുന്നുണ്ട് കേട്ടോ, അച്ഛനെ നോക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ആദർശ് പറയുന്നുണ്ട്, എന്താ നന്ദു ഈ സമയത്താണോ ടി വി ഒക്കെ വയ്ക്കണത്? അപ്പോൾ പറയുന്നുണ്ട്, അത് കണ്ടിട്ട് നിശ്ചയത്തിലേക്ക് കിടക്കുക ആദർശേട്ടാ. സച്ചിനെ ഈ കാര്യം പിടുത്തം കെട്ടാതിരിക്കണം കേട്ടോ. നയന ചോദിക്കുന്നത്, എന്താ മോളെ എന്തെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. ഒരു മിനിറ്റ് എന്നും പറഞ്ഞിട്ട് പോയിട്ട് നന്ദുട്ടൻ ടി വി വയ്ക്കാൻ പോയിട്ടുണ്ട്. അപ്പോൾ ന്യൂസ് പറയുന്നുണ്ട് കേട്ടോ, ലോക്കപ്പ് മർദ്ദനത്തിൽ ഭാര്യയിലൊടിഞ്ഞ സുധാകരൻ നിരപരാധിയാണെന്ന് തെളിഞ്ഞിരുന്നു. കഴിഞ്ഞ 6 മാസമായിട്ട് പ്രാഥമിക കാര്യങ്ങൾ പോലും നിർവഹിക്കാൻ കഴിയാതെ ചികിത്സയിലായിരുന്ന സുധാകരൻ ഇന്ന് രാവിലെ തടസ്സത്തെ തുടർന്ന് മരിക്കുകയായിരുന്നു. സച്ചിയുടെ മുഖത്തിന് ചെറുതായിട്ടൊരു മാറ്റമുണ്ട് കേട്ടോ. എന്നിട്ട് പിന്നെ വീണ്ടും ന്യൂസ് പറയുന്നുണ്ട്, അന്ന് സുധാകരനെ കള്ളക്കേസിൽ കുടുക്കി ലോക്കപ്പ് മർദ്ദനം നടത്തിയ കോടന്നൂർ CI ആയിരുന്ന സച്ചിദാനന്ദനെ അന്ന് സസ്പെൻഡ് ചെയ്തിരുന്നു. അപ്പോൾ ആദർശ് നമ്മുടെ CIനെ നോക്കുന്നുണ്ട് കേട്ടോ. എല്ലാവരും ഈ ന്യൂസ് കേട്ട് കണ്ണു തുറച്ചിരിക്കുക. പിന്നീട് സർവീസിൽ തിരിച്ചു കയറിയ CI സച്ചിദാനന്ദൻ നിരപരാധിയുടെ കൊലപാതകത്തിന് ഉത്തരവാദിയായിരിക്കുകയാണ്. അപ്പോൾ കനകമ്മയും ഗോവിന്ദനൊക്കെ ആകെ വായ അളന്ന് പിടിച്ചിട്ടാണ് നിൽക്കണേ കേട്ടോ. ന്യൂസ് പിന്നെയും പറയുന്നുണ്ട്, പോലീസിൽ ക്രിമിനൽ സംസ്കാരം വളരുന്നു എന്നതിൻ്റെ സൂചനയാണിത്. ഭാര്യയും 2 കുട്ടികളും അടങ്ങുന്ന കുടുംബത്തിന്റെ അത്താണിയായിരുന്നു സുധാകരൻ എന്ന 45-കാരൻ. ആ കുടുംബത്തിനുണ്ടായ നഷ്ടത്തിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്നും ആഭ്യന്തര വകുപ്പിന് മാറി നിൽക്കാൻ കഴിയില്ല. ഇത്രയപ്പോഴേക്കും സച്ചി മെല്ലെ എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട് കേട്ടോ. അതും പറഞ്ഞ് അത് ആ വാർത്ത കഴിഞ്ഞപ്പോൾ നന്ദുട്ടൻ ഓഫ് ചെയ്തു. എന്നിട്ട് വന്നിട്ട് എല്ലാവരോടും ചോദിക്കുന്നത്, നന്ദുട്ടൻ എല്ലാവരും കേട്ടല്ലോ, ലോക്കപ്പ് മർദ്ദനത്തിന്റെ പേരിൽ സസ്പെൻഡായ ആളാ സർവീസിൽ തിരിച്ചു കയറി. പക്ഷെ മർദ്ദനയേറ്റ നിരപരാധി ഇന്ന് മരിച്ചു. അത് വളരെ യാദൃച്ഛികമായി സംഭവിച്ചതാണ്. ചിയ ചിന്നമ്മ കൂടി ഇങ്ങനെ പരസ്പരം നോക്കണം കേട്ടോ. അപ്പോൾ നന്ദുട്ടൻ പറയുന്നുണ്ട്, എന്നാ താൻ സസ്പെൻഷനായത് ഉൾപ്പെടെയുള്ള പല കഥകളും ഞാൻ 2 ദിവസമായിട്ട് ചകഞ്ഞെടുക്കുമായിരുന്നു. എന്നെ വിവാഹം കഴിക്കുന്ന ആളല്ലേ, ഇന്ന് നമ്മുടെ നിശ്ചയല്ലേ, അപ്പോൾ പിന്നെ കെട്ടാൻ പോകണ പയ്യനൊന്ന് പഠിക്കണമല്ലോ. നന്നായിട്ട് പഠിച്ചു. എന്നെ DYSP വിളിച്ചിരുന്നു, ഇന്നത്തെ ചടങ്ങിനെ പറ്റിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിന്നെ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലിടാനാ സാറിൻ്റെ ഓർഡർ. ചിന്നമ്മനെ കണ്ണൊക്കെ ആകെ തുറച്ചു വന്നു. അപ്പോൾ സച്ചിയുടെ അമ്മ, മോളെ എൻ്റെ മോൻ എന്ന് പറഞ്ഞിട്ട് വരുമ്പോഴേക്കും നന്ദുട്ടൻ ദേഷ്യപ്പെടും, ദേ 2 ആളോടെ മിണ്ടാതെ നിന്നോളണം. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, സച്ചിയുടെ മട്ടക്കന്മാരോട്, ഇടി വെറുതെ ഷോ കാണിക്കരുത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നന്ദുട്ടൻ, കാണിക്കും, എന്താടോ കാണിച്ചാൽ, നീ ചെയ്ത വൃത്തികേടുകൾക്കേ നിന്റെ കാരണത്തടിച്ചിട്ട് ഞാൻ സംസാരിക്കണ്ടേ. എന്നിട്ട് പറയുന്നുണ്ട്, ലോക്കപ്പ് മർദ്ദനം മൂലം സുധാകരൻ മരിച്ചതുകൊണ്ടേ മോനിനി സസ്പെൻഷനോ ട്രാൻസ്ഫറോ ഒന്നും ആയിരിക്കില്ല, ഇവൻ്റെ തൊപ്പി തെറിക്കുന്നുള്ള കാര്യം ഉറപ്പാ. അതിന് മുൻപൊരു ചോദ്യം, ഇവൻ വിവാഹിതനല്ലേ, ഒരു ഭാര്യയും കുഞ്ഞും ഇവനില്ലേ? അപ്പോഴാണ് ഇവിടെ കനകമ്മയുടെയും നയനയുടെയും ഒക്കെ കണ്ണു തുറിച്ചത്. എല്ലാവരും കണ്ണു തുറിച്ച് നിൽക്കുകയാണ്. അപ്പോൾ സച്ചി പറയുന്നത്, വെറുതെ അനാവശ്യം പറയരുത് കേട്ടോ. അപ്പം നന്ദുട്ടൻ, മിണ്ടാതിരിക്കടോ, ശാന്തി എന്ന സ്ത്രീയെ നീ വിവാഹം കഴിച്ചിട്ടില്ലേ, അതിൽ നിനക്കൊരു പെൺകുഞ്ഞുണ്ട്. അപ്പോൾ കനകമ്മയൊക്കെ ഇത് എന്താപ്പത് എന്ന് പറഞ്ഞിട്ട് നിൽക്കുക. ആ ബന്ധം വേർപെടുത്തിയിട്ടാണ് നീ ഇന്ന് ഇവിടെ നിശ്ചയത്തിന് വന്നിരിക്കണേ. അത്രയപ്പോഴേക്കും ആദർശിനെ ഇളകിയിട്ട് ആദർശ് വേഗം ചെന്നിട്ട് സച്ചിയുടെ കഴുത്തിനെ പിടിച്ച് കുത്തിച്ചു നോക്കിയിട്ടാ, ഈ കേട്ടതൊക്കെ ശരിയാണോ എന്ന്. അപ്പം മിണ്ടണില്ല അച്ചപ്പോൾ ഇടിക്കാൻ നോക്കി. അപ്പോഴേക്കും എന്നിട്ട് ഏട്ടാന്ന് വിളിച്ചിട്ട് കൈ പിടിക്കുന്നുണ്ട് നന്ദുട്ടൻ. വേണ്ട, ഇവനോട് ചോദിക്കേണ്ട രീതിയിലേ ഞാൻ ചോദിച്ചോളാം. എന്നിട്ട് എല്ലാവരോടായിട്ട് പറയുന്നുണ്ട്, എല്ലാവരും എന്നോട് റെഡിയാവാൻ പറഞ്ഞപ്പോഴേ ഞാൻ റെഡിയാവാതിരുന്നത് ഇതുകൊണ്ടാ. 2 മണിക്കൂർ മുൻപാ ഈ സുധാകരൻ മരിച്ചത്.
ഇവൻ കുളിച്ച് സുന്ദര കുട്ടപ്പനായിട്ട് നിശ്ചയത്തിന് വരാൻ വേണ്ടിയിട്ട് മൊബൈലൊക്കെ സ്വിച്ച് ഓഫ് ചെയ്തോണ്ടാ ഇവിടെ ഇരുന്നത്. അതുകൊണ്ടാ നിന്റെ ഫോണിലേക്ക് മെസ്സേജ് വരാതിരുന്നത്. ആഭ്യന്തര വകുപ്പിനെയും പോലീസ് ഡിപ്പാർട്ട്മെന്റിനെയും പ്രതിരോധത്തിലാക്കിയ നിന്നോട് ഇനി ആരും കനിവ് കാണിക്കുന്നതെന്ന് വിചാരിക്കണ്ട നീ. രാഷ്ട്രീയക്കാരും പോലീസിന്റെ തലപ്പത്തുള്ളവരും ആരും സച്ചിൻ നിന്ന് വയർക്കണാകെ. എന്നിട്ട് കനകമ്മയുടെയും ഗോവിന്ദന്റെ അടുത്ത് വന്നിട്ട് ചോദിക്കുന്ന നന്ദുട്ടൻ, അച്ഛനമ്മയ്ക്കും ഇനി ഇവനെ തന്നെ മരുമകനായിട്ട് വേണോ? അപ്പോൾ ഗോവിന്ദനൊന്നും മിണ്ടണില്ല കേട്ടോ. അപ്പോൾ നന്ദുട്ടൻ പറയണ്ടേ, ഇവന്റെ കയ്യിലേ മോതിരല്ല ഞാൻ അണിയിക്കാൻ പോണേ, വിലങ്ങാ. എന്നിട്ട് പറയണ്ടേ, ഇത് മാത്രമല്ല, ഇവനെ കുറിച്ച് A to Z മനസ്സിലാക്കിയിട്ടാണ് ഞാൻ നിൽക്കണത്. പെൺ വിഷയത്തിലൊക്കെ ഇവൻ ഭയങ്കര പ്രശ്നക്കാരനാ. ഒരു പോലീസ് ഓഫീസറായി ഇവനെ ആ വിഷയത്തിൽ പൊതുജനം കൈകാര്യം ചെയ്തിട്ടുണ്ട്. സച്ചി ആകെ അങ്ങോട്ട് ഇല്ലാണ്ടായി പോയിട്ടോ. പോലീസുകാരുടെ മാനം കളയാനായിട്ട് ഇതുപോലെ കൊറെണ്ണം വരും. നടക്കടാൻ കേട്ടോന്നും പറഞ്ഞിട്ട് സച്ചിനെ പിടിച്ചിട്ട് ഇങ്ങോട്ട് വലിച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഉന്തി കൊണ്ടുണ്ട്. എന്നിട്ട് വീടിന്റെ വെളിയിൽ കൊടുത്തിട്ട് അങ്ങോട്ട് തള്ളിയിട്ടുണ്ട്. വീഴുമ്പോഴേക്കും സച്ചി ബാലൻസ് ചെയ്ത് എനിക്ക് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പം അങ്ങനെയാണ് ഇന്നത്തെ പത്രമാറ്റം അവസാനിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പം നന്ദുട്ടന് നല്ല സൂപ്പർ പെർഫോമൻസ് ആയിരുന്നു. അപ്പം ആരും കാണാൻ മറക്കണ്ട. അപ്പോൾ ഓക്കെ, നാളത്തെ എപ്പിസോഡായിട്ട് നാളെ വീണ്ടും വരാം കേട്ടോ. ബൈ. അപ്പം നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.